പ്രണയ സാഫല്യം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അന്തു എഴുന്നേറ്റേ, അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നെങ്കിൽ ഞാൻ എന്ത് വേണം? എന്ത് ഞാൻ അവരോട് പോയി താമസിക്കണോ? രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാതെ പോവാൻ നോക്കാമേ. പുതപ്പൊന്നുകൂടി തന്നെ ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് നന്ദു പറഞ്ഞു. പുതിയ താമസക്കാർ ആരാണെന്നാ എന്റെ മോന്റെ വിചാരം? അതിന് നോയി ചിരിച്ചുകൊണ്ട് ഗീത പറഞ്ഞു. ഓ, കുഴിയിലേക്ക് കാലം നീണ്ടിരിക്കുന്ന വല്ല കിളവനും കിളവിയൊക്കെ ആയിരിക്കും. മുമ്പ് അതുപോലെ രണ്ടെണ്ണമായിരുന്നല്ലോ അവിടെ താമസിച്ചിരുന്നത്. എടാ, ഇത് കിളവനും കിളവിയൊന്നുമല്ല, നല്ലൊരു സുന്ദരി പെങ്കൊച്ചോ. സത്യമാണമ്മേ? അത് കേൾക്കേണ്ട താമസം ദേഹത്തുനിന്ന് പുതപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് നന്ദി ചാടി എഴുന്നേറ്റു. സത്യം. ആളും എനക്കവും കണ്ടപ്പോ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കി. നോക്കുമ്പോ നല്ല സുന്ദരി ഒരു മോള് എന്നെ നോക്കി ചിരിച്ചു. ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മേ സുന്ദരിയായിട്ട്? ആകാംക്ഷയോടെ നന്ദി തിരക്കി. എന്തേടാ, ഒന്ന് പോരെ? അല്ല, ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ മൂത്ത മകന് വേണ്ടി ആലോചിക്കായിരുന്നു. അവന്റെ ചോദ്യം കേട്ട് ഗീത അവനെ കൂർപ്പിച്ചാൽ നോക്കി. വേണ്ടെങ്കിൽ വേണ്ട, എന്തായാലും എനിക്കുള്ളതായല്ലോ, അത് മതി. സന്തോഷത്തോടെ നന്ദു പറഞ്ഞു. എടാ, അതിന്റെ തന്തയെ കണ്ടിട്ട് വടക്ക് നോക്കിയന്ത്ര സിനിമയിലെ ശ്രീനിവാസന്റെ ടൈപ്പാണെന്നാ തോന്നുന്നു. അതെന്താ അമ്മ അങ്ങനെ തോന്നാൻ? നന്ദു സംശയത്തോടെ ചോദിച്ചു. ഈ പരിസരത്ത് പൂവാലന്മാരുണ്ടോ, ശല്യക്കാരാണോ എന്നൊക്കെ അങ്ങേര് ഇടയ്ക്കിടയ്ക്കെന്നോട് ചോദിച്ചു. അങ്ങേർക്ക് അറിയില്ലല്ലോ, ഈ പഞ്ചായത്തിലെ കോഴിയുടെ അമ്മയാണ് ഞാനെന്ന്. നന്ദുവിനെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ഗീത പറഞ്ഞു. ദേ അമ്മേ, വേണ്ടാട്ടോ, രാവിലെ ചൊറിയാൻ നിൽക്കല്ലേ. അല്പം നീരസത്തോടെ നന്ദു പറഞ്ഞു. ചുമ്മാതല്ല, ഞാനിപ്പോ എന്റെ കുഞ്ഞിന്റെ 28 സ്വപ്നം കണ്ടത്. 28? മനസ്സിലാവാത്ത പോലെ ഗീത ചോദിച്ചു. അതെ അമ്മേ, സ്വപ്നത്തിൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ അറയിൽ അറിഞ്ഞാണ് കെട്ടിക്കൊടുക്കുന്നു. അപ്പൊ അതേ സ്പീഡിൽ ആ കുറുമ്പന്റെ ദേഹത്തോട് പനിനീര് തെളിക്കുന്നു. നല്ലൊരു സ്വപ്നമായിരുന്നു. ചെറിയൊരു നാണത്തോടെ നന്ദു പറഞ്ഞു. കുഞ്ഞായിരിക്കില്ല പനിനീര് തെളിച്ച്, നീയായിരിക്കും കിടക്കയിൽ പനിനീര് തെളിച്ച്. അവനെ കളിയായിക്കൊണ്ട് ഗീത പറഞ്ഞു. അല്ല, നിന്റെ സ്വപ്നത്തിൽ കുഞ്ഞിന്റെ അമ്മയില്ലായിരുന്നോ? ഗീത സംശയത്തോടെ ചോദിച്ചു. ബിന്ദു, സിന്ധു, ഇന്ദു ഇത് മൂന്നുമല്ല. കാരണം ഇവളുമാരെന്നെ തേച്ചിട്ട് വേറെ കെട്ടിപ്പോയില്ലേ. അപ്പൊ അവളുമാരുടെ കെട്ടിയമാരായിരിക്കില്ലേ കുഞ്ഞിനെ അറിഞ്ഞാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ വൃന്ദ, ഹരിത, അമ്മു അതുങ്ങളുമല്ല. അതിൻ്റെയൊക്കെ പുറകെ ഞാൻ നടന്ന മിച്ചം. അവളുമാരെന്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ലാന്നേ. പിന്നെ ആരായിരുന്നു എൻ്റെ സ്വപ്നത്തിലെ കുഞ്ഞിന്റെ അമ്മ? ഒരു നിമിഷം അത് ആരായിരുന്നു അവൻ ചിന്തിച്ചു നോക്കി. കിട്ടി, ചിരിയോടെ നന്ദു പറഞ്ഞു. ആരായിരുന്നു ആ ഹതഭാഗ്യ? ഗീത നന്ദുവിനെ കളിയായിക്കൊണ്ട് ചോദിച്ചു. അയലത്തെ സുന്ദരി, അയലത്തെ സുന്ദരി അവളായിരുന്നു അമ്മേ, എന്റെ സ്വപ്നത്തിലെ രാജകുമാരി. ചെറിയൊരു നാണത്തോടെ നന്ദു പറഞ്ഞു. നന്ദു, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ കച്ചറ സ്വഭാവം കൊണ്ട് ആ പെണ്ണിന്റെ പുറകെ ഞാൻ നീ പോയാലേ നിന്റെ കുഞ്ഞിന്റെ 28 പകരം നിന്റെ അടിയന്തരാവും അവിടെ തന്ന നടത്താൻ പോകുന്നു. അവര് നോക്കി പല്ലിയരിച്ചുകൊണ്ട് ഗീത പറഞ്ഞു. എങ്കിൽ പിന്നെന്തിനാ രാവിലെ അപ്പുറത്തൊരു സുന്ദരി പെണ്ണ് വന്നതെന്നും പറഞ്ഞു എന്നെ വിളിച്ചോണത്തിയത്? നന്ദു പരിഭവത്തോടെ ചോദിച്ചു. നിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട്. ചെക്ക, അവരൊക്കെ നല്ല ആൾക്കാരാ. അവരെ ആ വീടങ്ങ് വാങ്ങി വാടകയ്ക്കെല്ലാം താമസിക്കുന്നത്. എന്നും കാണേണ്ടതാ അവരെ. നിന്റെ കോഴിത്തിരങ്ങാനും കൊണ്ട് ആ പെണ്ണിന്റെ അടുത്തെങ്ങാനും പോയാലേ അജീവിന്റെ കൈ കൊണ്ടാവും നിന്റെ അന്ത്യം. അതൊന്ന് പറയാനാ ഞാൻ വന്നേ. അല്ലെങ്കിൽ അമ്മയുടെ പുന്നാരമോൻ ആ അൺറൊമാൻറ്റിക് മൂരാച്ചി അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടാൻ ജനിച്ചവനവൻ. അവനോട്ട് പ്രേമിക്കത്തുമില്ല, പ്രേമിക്കുന്നവർ അതിനോട്ട് സമ്മതിക്കത്തുമില്ല. അജുവിനെ ഓർത്ത് പരിഭവത്തോടെ പറഞ്ഞ നന്ദു. നിന്നെ പോലെ എന്റെ കുഞ്ഞ് പ്രേമെന്ന് പറഞ്ഞ് നടന്നെങ്കിലേ നീ ഞാനും പട്ടിണി നടന്ന് ചത്തേനെ. അവൻ കഷ്ടപ്പെടുന്നോണ്ടാ ഞാനും നീ ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോണേ. ഹെവിയേട്ടൻ മരിക്കുമ്പോ എന്റെ കുഞ്ഞ് +2 പഠിക്കുക. അന്ന് പഠിത്തുപയോഗിച്ച് വർക്ക്ഷോപ്പിൽ അവൻ പണിക്കേറിയതുകൊണ്ടാ ഈ കുടുംബം സുഖമായിട്ട് മുന്നോട്ട് പോകുന്നത്. അമ്മേ, അജുവേട്ടന് വിഷമാവുണ്ടെന്ന് കരുതിയിട്ടല്ല അമ്മേ +2 കഴിഞ്ഞ് ഞാനും പഠിക്കാൻ പോവാഞ്ഞത്. അവന് പഠിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം മാറട്ടെ എന്ന് കരുതിയല്ലേ അമ്മേ ഞാൻ അവനെ സഹായിക്കാനല്ല അമ്മേ ഞാനും കൂടി ആ വർക്ക്ഷോപ്പിൽ പണിയെടുത്തത്. ഇത്രയൊക്കെ ഞാൻ അവന് വേണ്ടി ചെയ്തിട്ടും ഈ അമ്മയ്ക്ക് എന്നാ മനസ്സിലായില്ലല്ലോ അമ്മേ, മനസ്സിലായില്ലല്ലോ. ഒരൊറ്റ ആട്ടായിരുന്നു ഗീത. +2 മുട്ടപൂജയും വാങ്ങി തേരാപാര ചൊറിയും കുത്തി വായി നോക്കി നടന്നതിന്റെ അവനല്ലേടാ വർക്ക്ഷോപ്പിൽ പണിക്കയറ്റിയത്. കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് അവരുടെയൊക്കെ തന്തമാരുടെയും കെട്ടിയമാരുടെയും വായിലിരിക്കുന്ന മുഴുവൻ കേട്ട് ഞാനും എന്റെ മോനുവാ. അതിന് ഞാനറിഞ്ഞോ അവളുമാര് കിട്ടിയതാണെന്ന്? പുറകെ നടന്നപ്പോ പറഞ്ഞുകൂടായിരുന്നോ അതുങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടെന്ന്? ഞാനും അമ്മമാർ ഇവിടെ കയറിറങ്ങിയപ്പോഴല്ല അറിയുന്നേ അവളുമാരുടെ ഭർത്താക്കന്മാരാണെന്ന്. ടെറർ. അല്പം സ്വരം താഴ്ത്തിക്കൊണ്ട് ഗീതയോടായി പറഞ്ഞ നന്ദു. അല്ല, പുന്നാരമ്മ വന്നില്ലേ? അജു അല്പം പരിഭവത്തോടെ ചോദിച്ചു. അവൻ ഓടാൻ പോയിട്ട് വന്നില്ല.
അവനിങ്ങനെ ഓടുകയും എന്നെ ഇട്ട് ഓട്ടിക്കുകയും ചെയ്താൽ മതിയല്ലോ. ബാക്കിയുള്ളവനൊരു പെണ്ണിനെങ്ങനെയും സെറ്റാക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല കാലൻ. മതിയാക്ക് നന്ദു, അവനെങ്ങാനും കേട്ടുകൊണ്ട് വന്നാലേ നിന്റെ കഷ്ടകാലായിരിക്കും, അറിയാലോ. നന്ദുവിനെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് ഗീത പറഞ്ഞു. ആ എന്തായാലും നീ രാവിലെ തന്നെ ഉണർന്നു, ആ വിറകൊന്ന് കീറി തന്നേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഗീത അടുക്കളയിലേക്ക് നടന്നു. അതെ, എന്റെ കാലിന് നല്ല വേദനയുണ്ട്, 2 ദിവസം നല്ല റെസ്റ്റ് വേണം. താഴേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നന്ദു. ഇല്ലാത്ത നിന്റെ കാലിന്റെ വേദന ഞാനായിട്ട് ഉണ്ടാക്കണമെങ്കിലേ മര്യാദക്ക് വന്ന് വിറക് കീറടാ. ഗീതയും വിട്ടുകൊടുക്കാതെ വിളിച്ചു പോയി. പുല്ല് വേണ്ടായിരുന്നു, മര്യാദക്ക് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ, പെണ്ണെന്ന് കേൾക്കുമ്പോഴേ ഉള്ളിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ആടും. എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ DNA കുഴപ്പാ. ആ എത്ര നല്ല സ്വപ്നമായിരുന്നു, ഓർക്കുമ്പോഴേ രോമാഞ്ചം വരുന്നു. അമ്മ വിളിച്ചപ്പോൾ ചാടി എഴുന്നേൽക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ 2ാമത്തെ കുഞ്ഞിൻ്റെ 28 കൂടി കാണായിരുന്നു. നന്ദു, മര്യാദക്ക് വന്ന് ഈ വിറക് കീറുന്നുണ്ടോ, അത് ഞാൻ അങ്ങോട്ട് വരണോ? ഗീത ഉറക്കി വിളിച്ചു ചോദിച്ചു. ഇങ്ങനെ പോയ ഇവർ എന്നെ കൊണ്ട് വിറക് കീറിച്ച് എന്നെ കത്തിക്കാനുള്ള വിറകും കൂടി കീറിക്കും. കൊച്ചിന്റെ 28 പോയിട്ട് സ്വന്തം കെട്ടുപോലും നടക്കുന്ന ലക്ഷണമല്ല. ആ യോഗല്ലാമണിയെ പായ മടക്കിക്കോ. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അപ്പൊ നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാല്ലേ. ദേ ഈ മോങ്ങി എന്ന് വിറക് വെട്ടുന്ന ഇവനാണ് സാക്ഷാൽ ശ്രീനന്ദൻ എന്ന നന്ദു. അച്ഛൻ രവി നേരത്തെ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അമ്മ ഗീത, ചേട്ടൻ അർജുൻ എന്ന അർജുൻ. അർജുന്റെ സ്വഭാവം ഏതാണ് മനസ്സിലായി കാണല്ലോ. അർജുൻ ആൾ ഡീസന്റ് ആണ്, സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു. നന്ദുവിനെ അർജുൻ സഹായത്തിനാണ് നിർത്തിയിരിക്കുന്നത്. എങ്കിലും സഹായത്തേക്കാൾ കൂടുതൽ അവൻ അർജുൻ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. ഒരു വീട്ടിലൊന്ന് ഡീസന്റായി ജനിക്കുമ്പോൾ മറ്റൊന്ന് അതിന്റെ ഓപ്പോസിറ്റ് ആവണമല്ലോ. പിന്നെ അർജുന് ഈ പ്രേമം വിവാഹത്തിനൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ നമ്മുടെ നന്ദുവിന് കല്യാണം കഴിച്ച് ഒരു കൊച്ചിന്റെ അച്ഛനാവുക എന്നാണ് ഏറ്റവും വലിയ മോഹം. അതിൽ കൂടുതൽ സ്വപ്നങ്ങളൊന്നുമില്ല പാവത്തിന്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും അജു എന്ന വൻമരം അവന്റെ സ്വപ്നങ്ങൾക്ക് മേൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നന്ദു വിറകീറിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയിലേക്ക് അവന്റെ മിഴികൾ നീളുന്നത്. മുറ്റത്ത് അങ്ങിങ്ങായി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ ഓരോന്നും എടുത്ത് ഭംഗിയിൽ അടുക്കി വെക്കുന്ന അവളെ കണ്ട് ഒരു മാത്രം അവൻ നിശ്ചലനായി നിന്നുപോയി. ചുവന്നു തൊടുത്ത അവിടെ ആ മുഖവും നിതംബം മറഞ്ഞു കിടക്കുന്ന മുടിയുമെല്ലാം കണ്ട് അവനൊരു നിമിഷം വാ തുറന്ന് നിന്നുപോയി. അമ്മ പറഞ്ഞ പോലെ ഒരു സുന്ദരി കൊച്ച്. അവന്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. പെട്ടെന്നാണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൊച്ചുപയ്യൻ അങ്ങോട്ടേക്ക് വന്നോ കുട്ടൂസ്? ചിരിയോട് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അപ്പോഴാണ് തങ്ങൾ തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കുട്ടൂസ് കാണുന്നത്. ഏതാ ചേച്ചി ആ വായി നോക്കി? അപ്പോഴാണ് അവളും നന്ദുവിനെ ശ്രദ്ധിക്കുന്നത്. ഒരുമാതിരി സ്വപ്നലോകത്തിലെ ബാലഭാസ്കരനെ പോലെയുള്ള അവന്റെ ആ നിൽപ്പ് കണ്ട് അവളും ഇതെന്ത് കൂത്തെന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. രാവിലെ വന്നില്ലേ ഗീതാന്റി? അവരുടെ മകനാണെന്ന് തോന്നുന്നു. കണ്ടോ അവന്റെ നോട്ടം കണ്ടോ? അവന്റെ മോന്ത കാണുമ്പോഴേ അറിയാം ഒരു കള്ളലക്ഷണം. നന്ദുവിനെ നോട്ടം ഇഷ്ടപ്പെടാത്ത പോലെ കുട്ടൂസ് പറഞ്ഞു. ഇതേതാ ഗുണ്ട് ചെക്കൻ? ഓ ഇതായിരിക്കും അമ്മ പറഞ്ഞ അവളുടെ അനിയൻ ചെക്കൻ. ആ നോട്ടം കാണുമ്പോഴേ അറിയാം ചെക്കൻ വിളഞ്ഞ വിത്താണെന്ന്. ആ ഭാവിയിൽ എന്റെ അളിയനല്ലേ, ഒന്ന് ഇംപ്രസ് ചെയ്തേക്കാം. തന്നെ നോക്കി ദയിപ്പിക്കുന്ന കുട്ടൂസിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് നന്ദു പറഞ്ഞു. ഹായ് മോനൂസ്, ഹൗ ആർ യു? ആരും നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. ഏതാണ് അലവലാതി നീ? പെട്ടെന്നുള്ള കുട്ടൂസിന്റെ ചോദ്യം കേട്ട് എന്തോ പോലെ നിന്നുപോയി നന്ദു. ഞാൻ മിണ്ടൂല, പരട്ട ചെറുക്കൻ മനുഷ്യനൊന്ന് ആണം കെടുത്താനായിട്ട്. തന്നെ നോക്കി കുലുങ്ങിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് നന്ദു മനസ്സിൽ പറഞ്ഞു. അമ്മ പറഞ്ഞു പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്ന്. എന്താ കുട്ടിയുടെ പേര്? അല്ല സോറി, എന്താ കുട്ടിയുടെ പേര്? അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് നന്ദു ചോദിച്ചു. ഗായത്രി. അവര് നോക്കി അവൾക്ക് അടുപ്പത്തിൽ പറഞ്ഞു. ഗായത്രി, നൈസ് നെയിം, നല്ല പേര്. അവൾ നോക്കി ചെറിയ നാണത്തോടെ നന്ദു പറഞ്ഞു. ഇതാരാ? അടുത്തിൽ നിൽക്കുന്ന കുട്ടൂസിനെ ചൂണ്ടിക്കൊണ്ട് നന്ദു ചോദിച്ചു. എന്റെ അനിയനാ ഗോകുൽ, ഞങ്ങൾ കുട്ടൂസ് എന്ന് വിളിക്കും. കുട്ടൂസനല്ല, ഡാക്കിനിയാ ചെക്കൻ, ഡാക്കിനി. നന്ദു ആത്മ. ഞാൻ ശ്രീനന്ദൻ, കുട്ടീനെ നന്ദേട്ടാന്ന് വിളിച്ചാൽ മതി. കുട്ടൂസനും എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ. കുട്ടൂസിന്റെ കവിളിലൊന്ന് പിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. നീ പോടാ ചട്ടിത്തലയാ. നന്ദുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കുട്ടൂസ് പറഞ്ഞു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ദൈവമേ, വീണ്ടും ചെക്കന്റെ മുമ്പിൽ നാണം കിട്ടും. മുന്നിൽ ചമ്മിയ മുഖത്തോടെ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് ഗായത്രിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എന്തോ ആ എന്നെ വിളിച്ചോ അമ്മേ? വീട്ടിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് നന്ദു വിളിച്ചു ചോദിച്ചു. അത് എന്നെ അമ്മ വിളിച്ചു എന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് പോട്ടെ കായു. മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആയിക്കൊണ്ട് നന്ദു പറഞ്ഞു. അവന്റെ പോക്ക് നോക്കുന്ന ഗായത്രിക്ക് അപ്പോഴും ചിരി നിർത്താനായില്ല. ഹോ അവിടുന്ന് വന്നതായി, അല്ലെങ്കിൽ വിറകിന് പോയ അമ്മേന്റെ അടുത്ത് അടുപ്പിലേക്ക് ഇട്ടേനെ. ഹോ ടെറർ. വീണ്ടും കയ്യിലൊരു വിറകുള്ളി എടുത്തോണ്ട് നന്ദു പറഞ്ഞു.
അപ്പോഴാണ് ജോഗിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന അജുവിനെ നന്ദു കാണുന്നത്. ഓ വന്നു ക്രോണിക് ബാച്ചിലർ. നന്ദു പുച്ഛത്തോടെ അജുവിനെ നോക്കി പറഞ്ഞു. വിറകീറിക്കൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ അജു അടുത്തേക്ക് വന്നു. പരിചയപ്പെടൽ കഴിഞ്ഞോടാ? അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അജു ചോദിച്ചു. ആ ചെറുതായിട്ട്, അജു ചമ്മലോടെ പറഞ്ഞു. നന്നായി കിട്ടി പോദിച്ചല്ലേ ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന്? നന്ദുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട് അജു പറഞ്ഞു. ആ പിന്നെ ചീള് ചെക്കൻ. ഓൻ പറ, ചെക്കൻ എന്നെ അറിയില്ല. കുട്ടൂസിന്റെ മുഖോർത്തുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു നന്ദു. നീ നിന്റെ പരട്ട സ്വഭാവം കൊണ്ട് ആ പെണ്ണിന്റെ അടുത്തെങ്ങാനും പോയാലേ ആ തന്തയും നരുന്തിയൊക്കെ നിനക്കുള്ള കുഴി തോണ്ടും. അതോർത്താ നിനക്ക് നന്ന്. ആര് രൂക്ഷമായി നോക്കി പറഞ്ഞുകൊണ്ട് അജാഗത്തേക്ക് കയറിപ്പോയി. ഓ പിന്നെ ഇയാൾക്ക് കുശുമ്പ എനിക്ക് വല്ല പെണ്ണു സെറ്റാവോന്ന് ഓർത്ത്. അയൽക്കാരിയെ തന്നെ ഞാൻ എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരിയാക്കും. നീ നോയിക്കോടാ ചേട്ടാ. എന്റെ കഴിവ് കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ചേട്ടൻ കാണാൻ പോകുന്നേ ഉള്ളൂ. അജു പോയ വഴിയെ നോക്കി വീരവാദം മുഴക്കി നന്ദു. നീ കുറെ നേരമായിട്ട് 2 ഉണക്കവർഗം പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ കിടക്കുന്ന വിറകെല്ലാം വെട്ടിക്കീറില്ലെങ്കിലേ എന്റെ കഴിവ് ഞാൻ നിന്റെ ശരീരത്തിൽ പരീക്ഷിക്കും, കേട്ടോടാ. അടുക്കളയിൽ നിന്ന് ഒരു ചട്ടക എടുത്തുകൊണ്ട് വന്ന് ഗീത പറഞ്ഞു. എന്റെ പൊന്നെ, മകനാണെന്ന് നോക്കില്ല ഈ തള്ള. വേണമെങ്കിൽ ആ ചട്ടുക വെച്ച് എന്റെ ചന്തിയിൽ പൊള്ളിക്കും. ഗീതയെ നോക്കി പേടിയോടെ ഉമിനീരിറക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. എടാ വിച്ചു, എനിക്ക് അവളെങ്ങ് ഇഷ്ടപ്പെട്ടടാ. ഗായത്രി, എന്ത് നല്ല പേര് അല്ലേ? അടുത്തിൽ നിൽക്കുന്ന വിച്ചുവിനെ നോക്കിക്കൊണ്ട് കയ്യിൽ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു. നന്ദുവിന്റെ അടുത്ത കൂട്ടുകാരാണ് വിച്ചു എന്ന വിഷ്ണു. ടൗണിൽ ഒരു പലചരക്കട നടത്തുകയാണ് വിഷ്ണു. അതെ, ഗായത്രി ആയാലും കൊള്ളാം, 4 ആയാലും കൊള്ളാം. അവിടെ തന്തയോ ആങ്ങളച്ചക്കനും നിന്നെ കൈവെക്കാൻ നോക്ക്. അവരെന്തിനു പറയുന്നു? എന്റെ വീട്ടിൽ തന്നെ ഒരു പാര. അജുവിന്റെ മുഖോർത്തുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു നന്ദു. എടാ അജുവിട്ട് നീ വല്ല ഗേയുവാണോ? അതുകൊണ്ടായിരിക്കോ അങ്ങനെ കല്യാണം വേണമെന്ന് പറഞ്ഞെടുക്കുന്നത്? തന്റെ ഉള്ളിലെ സംശയം മറച്ചു വെക്കാതെ വിച്ചു ചോദിച്ചു. എനിക്ക് സംശയമില്ലാതില്ല, വരട്ടെ നോക്കാം. നന്ദു അവനെ അനുഗമിച്ചു. എടാ നിന്റെ മാമന്റെ മോളൊരു പെണ്ണുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? നവമിയോ? ഓ നവമി. വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു നന്ദു. ആ അവളെല്ലാം അജുവേട്ടനെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നത്. അവൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടാ. മാമനും മാമിയോട് വിവാഹിപ്പിക്കണ വീട്ടിലേക്ക് ഒരിക്കൽ വന്നാ. എന്നിട്ട് ആകാംക്ഷയോടെ വിച്ച് ചോദിച്ചു. എന്നിട്ടെന്താ, വന്ന വഴിയെ തന്നെ പോയി. അജുവേട്ടന് അവളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പോലും. അന്ന് അവള് കുറെ കരഞ്ഞതാ. ഇപ്പോഴും ഏട്ടനെ അവൾക്ക് ജീവനാ. എടാ വിശ്വാമിത്രന്റെ തപസ്സകളൊക്കെ മേനകയെ നിനക്കറിയില്ലേ? ഏത്, നമ്മുടെ വാര്യത്തെ മേനകയോ? ഇല്ലമ്പള്ളിയില്? അല്ലടാ മേനക. അതാരാ, നിന്റെ ബന്ധുവല്ലോ ആണോ? എടാ വിശ്വാമിത്രനെ പറ്റി നീ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ? ചെറിയൊരു സംശയത്തോടെ നന്ദി ചോദിച്ചു. എന്റെ പൊന്നെ, ഈ വട്ട് കേസിനോട് പറയാൻ പോയ എന്നെ കൊല്ല്. സ്വയം തന്റെ കവിളിൽ നടിച്ചുകൊണ്ട് വിശു പറഞ്ഞു. എടാ പൊട്ട, വിശ്വാമിത്രൻ എന്നൊരു മഹർഷിയായിരുന്നു. അയാളുടെ കഠിന തപസ്സകളൊക്കെ ദേവലോകത്തെ സുരസുന്ദരിയാ മേനക. നീ പുരാണകഥയൊന്നും വായിച്ചിട്ടില്ലേ? വിച്ചു ദയനീയമായി നന്ദുവിനോട് ചോദിച്ചു. ആ പിന്നെ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുസ്തകം തുറന്നു നോക്കാൻ മെനക്കെടാത്ത ഞാനാ ഇനി പുരാണകഥ വായിക്കാൻ നടക്കുന്നത്. പുച്ഛത്തോടെ നന്ദു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, മായിച്ചറിഞ്ഞേക്ക്. നന്ദുവിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് വിച്ചു പറഞ്ഞു. അല്ല, നീ ഇപ്പൊ ആ ഓഡിയോ പിൾസിന്റെ കാര്യം പറയാൻ എന്താ കാരണം? അവനാണ് നയിപ്പിക്കാനായി നന്ദു ചോദിച്ചു. നിന്റെ ചേട്ടന്റെ ഈ സ്ത്രീ വിരോധമൊക്കെ മാറ്റി ഒരു വിവാഹമൊക്കെ കഴിപ്പിക്കാൻ ഒരു കിടിലൻ ഐഡിയ എൻ്റെ അടുത്തുണ്ട്. നിന്റെ ചേട്ടന്റെ തപസ്സുകളൊക്കെ നിന്റെ അമ്മാവന്റെ മകൾ നവമിക്ക് കഴിയോ? അവന് കിട്ടാൻ അവന്റെ തപസ്സോ വ്രതോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവൾ ഇളക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്തോ സീരിയസ് കാര്യമാണ് അവൻ പറയുന്നതെന്ന് കരുതി വിച്ചോനെ ശ്രദ്ധയോടെ നോക്കി. ഏട്ടാ, ചേട്ടൻ തപസ്സൊന്നും ചെയ്യൂല. വീട്ടിൽ നേരെ വർക്ക്ഷോപ്പ്, വർക്ക്ഷോപ്പിൽ നേരെ വീട്, വീട്ടിൽ നേരെ വർക്ക്ഷോപ്പ്, വർക്ക്ഷോപ്പിൽ നേരെ വീട്. അങ്ങനെ നടക്കുന്നവന് എപ്പോ തപസ് ചെയ്യാനാ? നന്ദുവിനെ സംശയം കേട്ട് വിച്ചുവിനെ പെരുത്തേറി. കർത്താവെ, നീ കുരിശല്ലേ ചുമന്നുള്ളൂ, ഞാനൊരു ബന്ധബുദ്ധിയാണ് ചുമക്കുന്നത്. നന്ദുവിനെ പല്ലിയരിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ഉള്ള പറഞ്ഞപ്പോ പിടിച്ചില്ല. വിച്ചുവിനെ നോക്കി ചുണ്ടുകൂട്ടിയാണ് നന്ദു പറഞ്ഞു. നിന്റെ ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പോലൊരു വട്ട് കേസിനെ സഹിക്കുന്ന പാട് അങ്ങേർക്കല്ലേ അറിയൂ. എടാ, ഒരു പെണ്ണ് വിചാരിച്ചാലിയാത്തൊരു പുരുഷ ഹൃദയം ഇല്ല. നീ ആ നവമിയോടൊന്ന് പറ, അങ്ങേരെ എങ്ങനെയും ഒന്ന് വളച്ച് കുപ്പിയിലാക്കാൻ. അങ്ങേര് കെട്ടിക്കഴിഞ്ഞാൽ നിന്റെയും ഗായത്രിയുടെയും കാര്യം എളുപ്പാവും. വലിയ എന്തോ കാര്യം പോലെ വിശു പറഞ്ഞു. അച്ചുവേട്ടന്റെ സ്നേഹം കിട്ടാനായിട്ട് നവമി എന്ത് വേണമെങ്കിലും ചെയ്യും. അന്ന് അവള് കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സത്യത്തിൽ എന്റെ നെഞ്ചു പടഞ്ഞു പോയി. ഏട്ടനോട് എനിക്ക് ദേഷ്യം തോന്നിപ്പോയി. ഗീതയുടെ ഏട്ടൻ ഗോപന്റെ മകളാണ് നവമി. ആളിപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. പലതവണ അജുവിനോട് അവൾ തന്നെ പ്രണയം പറഞ്ഞിരുന്നു. എന്നാൽ അജു അവളെ ഇഷ്ടമല്ലെന്നും അങ്ങനെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് ഒഴിവാക്കി. ഒരിക്കൽ നവമിയുടെ അച്ഛനും അമ്മയും കൂടി ഒരു പ്രപ്പോസലുമായി അജുവിനെ സമീപിച്ചപ്പോൾ അവനതിനെ രൂക്ഷമായി എതിർത്തു. ആ സമ്പത്തിന് ശേഷം ഗോപൻ അജുവുമായി നല്ല രസത്തിലല്ല. പക്ഷെ നവമിക്ക് ഇപ്പോഴും അജു എന്നാൽ പ്രാണനാണ്. അവനെയില്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന വാശിയിലാണ് അവൾ. എടാ, ഏട്ടന്റെ കാര്യമൊക്കെ നവമി നോക്കിക്കോളും. എന്റെ
എന്റെ കാര്യം ഒന്ന് സെറ്റാക്കി താടാ. വിച്ചുവിന്റെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. എടാ നിനക്കാളും ഇഷ്ടമാണെന്ന് അവൾക്കറിയോ? എന്റെ പൊന്നു വിച്ചു, ആ അനിയൻ ചെക്കൻ കുട്ടൂസ്. ചെക്കൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നാ നാക്കോ 30 മുഴമുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ഉണ്ട് എപ്പോഴാ ചെക്കൻ. പ്രണയം പറയാൻ പോയിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. അത് കുട്ടൂസനല്ല, കുട്ടിപ്പിശാജ്. എന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പാ ചെക്കൻ. കുട്ടൂസിന്റെ മുഖോർത്തോണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു നന്ദു. എടാ നീ ഒരു കാര്യം ചെയ്യും, നീ അവൾക്കൊരു ലവ് ലെറ്റർ എഴുതി കൊടുക്ക്. ലവ് ലെറ്ററോ? അത് ഓൾഡ് മോഡലല്ലേടാ? അല്പം ജാളിതയോടെ നന്ദി ചോദിച്ചു. എടാ നീ ഒരു വെറൈറ്റി ലവ് ലെറ്ററും കൊടുക്ക്. അത് വായിക്കുമ്പോൾ അവൾക്ക് നിന്നോടുള്ള മതിപ്പ് കൂടണം. പിന്നെ അവൾ തനിയെ നിന്നെ ഇഷ്ടപ്പെട്ടോളൂ. പിന്നെ ആരില്ലാത്തപ്പോൾ വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ അറിയാലോ എത്ര പാരകളാണ് നിനക്കുള്ളതെന്ന്. നന്ദുവിനെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു. ഗായ് മോളെ, ചേട്ടന്റെ വെറൈറ്റി ലവ് ലെറ്റർ കിട്ടാൻ ഒരുങ്ങിയിരുന്നോ? ഷർട്ടിന്റെ കോളർ നിന്ന് വരുത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. അയിൽ തുണി വിരിക്കുകയായിരുന്ന ഗായത്രി കണ്ട നന്ദു കയ്യിൽ കരുതിയിരുന്ന ലവ് ലെറ്ററുമായി അവന്റെ വീട്ടിലെ ടെറസിലേക്ക് പാഞ്ഞു. ചുറ്റിലും നോക്കിക്കൊണ്ട് നന്ദുമല്ലേ വിളിച്ചു. എവിടെ നിന്ന് ഒരു അശരീരി കേട്ട ഗായത്രി ചുറ്റിലും നോക്കി. പാമ്പെങ്ങാനുള്ള ദൈവമേ! ഒരു നിമിഷം പേടിയോടെ അങ്ങനെ നിന്നുപോയി ഗായത്രി. ഗായു, ഞാനാ നിന്റെ നന്ദുവേട്ടൻ. മേലെ താഴേക്ക് നോക്കി പറഞ്ഞു നന്ദു. അപ്പോഴാണ് നന്ദു ടെറസിൽ നിന്ന് മോണാക്ട് കാണിക്കുന്ന ഗായത്രി കാണുന്നത്. ഇങ്ങേരിത് എന്ത് തേങ്ങയായി കാണിക്കുന്നേ? ഗായത്രി മനസ്സിൽ ചിന്തിച്ചു. ദേ, എന്റെ കയ്യിലെ ബുക്കിലെ ഒരു ലെറ്റർ ഉണ്ട്, അത് വായിച്ചിട്ട് റിപ്ലൈ തരണം. പതിയെ ശബ്ദമുണ്ടാക്കാതെ പറഞ്ഞു അവൻ. ശേഷം ടെറസിൽ നിന്ന് ആ ബുക്ക് അവിടെ നേർക്ക് വലിച്ചെറിഞ്ഞു. ശേഷം തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു അവൻ താഴേക്ക്. തന്റെ കാൽ കീഴിൽ കിടക്കുന്ന നന്ദു വലിച്ചെറിഞ്ഞ ബുക്ക് ഗായത്രി കയ്യിലെടുത്തു. ശേഷം അതിനകത്ത് വെച്ചിരുന്ന ലെറ്റർ മേലെ കയ്യിലെടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി. മുറ്റത്ത് നിന്ന് പരുങ്ങുന്ന ഗായത്രി കണ്ടുകൊണ്ടാണ് അവളുടെ അച്ഛനായ പ്രതാപൻ വരുന്നത്. നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു. ഗായത്രിയുടെ കയ്യിൽ നിന്ന് പ്രതാപൻ ആ കത്ത് പിടിച്ചു വാങ്ങി. എന്തോ ഗായത്രിക്ക് അപ്പോൾ വല്ലാത്ത പേടി തോന്നി. ആ ലെറ്റർ വായിച്ച അയാളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഗായു ലെറ്റർ വായിച്ചു കാണോ? വായിച്ചു കാണും. എന്താകും അവിടെ മറുപടി? ചിലപ്പോ അവള് ലവ് ലെറ്റർ തീരുമാനിക്കും. എന്റെ പൊന്നെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വയ്യ. ഗായത്രി ഓരോന്ന് ചിന്തിച്ചുകൂട്ടി തന്നെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുകയാണ് നന്ദു. അല്ല സാറോ? സെറ്റിൽ നിന്ന് ടി വി ആണെന്ന് അച്ചു പെട്ടെന്ന് പ്രതാപനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ഗീത അത് ആരാണെന്നറിയാൻ അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്നു. നന്ദു ഇല്ല എവിടെ? ഒന്ന് വിളിക്കാമോ? ഗൗരവത്തോടെ പ്രതാപൻ ചോദിച്ചു. എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് മനസ്സിലായതും ഗീതയും അച്ചു മുഖത്തോട് മുഖം നോക്കി നിന്നു. നന്ദു! അവന്റെ മുറിയിലേക്ക് നോക്കി അച്ചു ഉച്ചത്തിൽ വിളിച്ചു. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. മനുഷ്യനെ സമാധാനമായിട്ട് സ്വപ്നം കാണാനും സമ്മതിക്കില്ലാന്ന് വെച്ചാ. ദേഷ്യത്തോടെ തലയൊന്നും ചൊറിഞ്ഞുകൊണ്ട് അജു താഴേക്ക് നടന്നു. നോക്കുമ്പോൾ അജുവിനോടും ഗീതയോടും എന്തോ സംസാരിച്ചു നിൽക്കുന്ന പ്രതാപനെയാണ് നന്ദു കാണുന്നത്. അയാളുടെ മുഖത്ത് അപ്പോഴും ഗൗരവം തന്നെയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ നന്ദു കണ്ടു അയാളുടെ ഇടത് കയ്യിലിരിക്കുന്ന പേപ്പർ കഷ്ണം. ഇത്ര പെട്ടെന്ന് കത്ത് വായിച്ച് ഗായി മറുപടി എഴുതിയോ? സോ ഫാസ്റ്റ്. അല്ല, ഇങ്ങേറ്റ കയ്യിലെന്തിനാ കൊടുത്തിട്ട്? ചിലപ്പോഴെല്ലാം അച്ഛനും കൂടി അറിഞ്ഞു മതിയെന്ന് കരുതിക്കാണ്. കള്ളി. ഗായത്രിയുടെ മുഖോർത്തുകൊണ്ട് നാണത്തോടെ നന്ദുവും ചിരിച്ചു. സർ, ദേ നന്ദു വന്നു. ഗീത അവർക്കടുത്തേക്ക് നടന്നു വരുന്ന നന്ദുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപനോട് പറഞ്ഞു. നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ പ്രതാപന്റെ മുഖം ദേഷ്യത്താൽ മുറുകുന്ന അച്ചു കണ്ടു. നന്ദു എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഈ അമ്മയെന്തിനെ ഇങ്ങനെ സാറേന്ന് വിളിക്കാൻ പോയത്? എന്റെ ഭാവി അമ്മായപ്പനാൻ പോകുന്ന ആളാ. അപ്പൊ നമ്മളൊക്കെ ബന്ധുക്കളല്ലേ, പിന്നെ ഈ സാറെ വിളിക്കുക വേണോ? ഗീതയൊന്ന് കൂർപ്പിച്ചോണ്ട് നന്ദു മനസ്സിൽ പറഞ്ഞു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അജു അല്പം ടെൻഷനോടെ ചോദിച്ചു. ഇത് നിന്റെ അനിയൻ എന്റെ മകൾ കൊടുത്ത ലവ് ലെറ്ററാ. ഇത് വായിച്ചിട്ട് ഇത് ലവ് ലെറ്റർ തന്നെയാണോ എന്ന് താൻ പറയും. തന്റെ കയ്യിൽ മടക്കി വെച്ചിരുന്ന പേപ്പർ അജുവിന് നേരെ നീട്ടിക്കൊണ്ട് പ്രതാപൻ പറഞ്ഞു. ദൈവമേ പെട്ട്, ഞാൻ അവൾ കൊടുത്ത ലെറ്റർ ഇങ്ങേര് മുക്കി. അജുവിന്റെ കയ്യിൽ നിന്ന് ലെറ്റർ നോക്കിക്കൊണ്ട് നന്ദു പേടിയോടെ മനസ്സിൽ മുക്കി പറഞ്ഞു. ഗീത നന്ദുവിനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാ അമ്മേ എന്ന മട്ടിൽ നന്ദു ഗീതയെ നോക്കി വെളുക്കനും ചിരിച്ചു. മൈ സ്വീറ്റി ഗായു, കുളിക്കാൻ താ എനിക്ക് ലെക്സ്, തലവേദനയ്ക്ക് തേച്ച് താ വിക്സ്, കുടിക്കാൻ തരുമോ ജ്യൂസ്, കവിളിൽ നൽകാമോ കിസ്, ഭാവിയിൽ ഞാനാ നിന്റെ ഹസ് എന്ന് ഗായുവിന്റെ സ്വന്തം നന്ദുവേട്ടൻ. ഉമ്മ. ലെറ്റർ വായിച്ച് വല്ലാത്തൊരവസ്ഥയിൽ തിന്നുപോയി അജു. അജുവിന്റെ പതർച്ച കണ്ട് ഗീത അവന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു നോക്കി. ശേഷം രൂക്ഷമായി നന്ദുവിനെയും നോക്കി. കർത്താവേ, ഞാൻ പെട്ടു എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ് നന്ദു. ഒരു ലവ് ലെറ്റർ എഴുതാറിയാത്ത നീയൊക്കെയാണോടാ പ്രേമിക്കാൻ നടക്കുന്നേ? നന്ദുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പ്രതാപൻ ചോദിച്ചു.
അയ്യോ എന്റെ വെറൈറ്റി ലൗലിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അങ്കിളിന്. അയ്യോ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്കിളിന് മനസ്സിലാവാത്തോണ്ടായിരിക്കും. അങ്കിള് വയസ്സായാളായതുകൊണ്ട് ന്യൂ ജമ്പിളുടെ മനസ്സറിയില്ലെന്നേ. പിന്നെ അങ്കിളിന് ഈ ലവ് ലെറ്റർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഗായത്രിക്ക് വേറൊരെണ്ണം എഴുതി കൊടുക്കാം. എന്റെ ഹൃദയത്തിലെ രക്തത്തിൽ ചാലിച്ചെടുത്തത്. അത് വായിച്ച അങ്കിളിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രതാപൻ നോക്കി വലിയ കാര്യത്തിൽ പറഞ്ഞു നന്ദു. നന്ദുവിന്റെ സംസാരം കേട്ട് വാപൊളിച്ചിരിക്കുകയാണ് പ്രതാപൻ. ഗീതക്കും അജുവിനും പണ്ട് തൊട്ടേ ഇതൊക്കെ ശീലമുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതെ, ഈ നിൽക്കുന്ന നിങ്ങളുടെ കിളി പോയ മകന് തലവേദനയ്ക്ക് വിക്സ് അല്ല തേച്ചു കൊടുക്കേണ്ടത്, നെല്ലിക്കാത്താളാ. പിന്നെ നീ ലക്സിന്റെ സോപ്പ് വെച്ചേ കുളിക്കത്തുള്ളൂ. നന്ദുവിനെ നോക്കി ഗൗരവത്തോടെ പ്രതാപൻ ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ലെങ്കിൽ പേഴ്സണൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. യാതൊരു കൂസലുമില്ലാതെ നന്ദു പറഞ്ഞു. ഇതെന്തൊരു സാധനം എന്ന മട്ടിൽ അയാൾ അവൻ ഉറ്റുനോക്കി. നിന്റെ കവിളിലൊരു ഉമ്മ ഞാൻ തന്നാ മതിയോ? ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു. ഏയ് നോ 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 നോ, അങ്കിളുടെ മീശ കുത്തും. എനിക്ക് ഗായത്രിയുടെ ഉമ്മ തന്നെ വേണമെങ്കിൽ. ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു നന്ദു. എന്റെ മോടെ ഹസ്സാവാൻ പോകുന്ന നീ ഇങ്ങനെ പോയ ഹസ്സല്ല, നിന്നെ ആസാക്കി കളയും ഞാൻ, ഓർത്തോ. നന്ദുവിനെ നോക്കി ചീറിക്കൊണ്ട് പ്രതാപ് പറഞ്ഞു. ഈ പരിസരത്തെ ഭൂലോക കോഴി നിങ്ങളുടെ മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഗീതയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പ്രതാപം പറഞ്ഞു. ഗീതയെ അജു ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. എന്റെ മോളുടെ പിന്നാലെ ഇവനെങ്ങാനും ഒളിപ്പിച്ചുകൊണ്ട് വന്നാ തെളിയാതെ കിടക്കുന്ന കേസെല്ലാം ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെക്കും. പിന്നെ ജയിലിൽ സഹതടവുകാരുടെ കൂടി ആയിരിക്കും ഇവന്റെ പൊറുതി, ഓർത്തോ. അജുനെയും ഗീതയും നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പ്രതാപം പോയി. പ്രതാപം പോലീസാണെന്ന് അപ്പോഴാണ് നന്ദുവിന് മനസ്സിലായത്. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിടുന്ന കുഞ്ഞിനെ പോലെ സ്വഭാവത്തിലേക്ക് വന്ന നന്ദു തന്നെ കലിപ്പോടെ നോക്കി നിൽക്കുന്ന അജുവിന്റെ മുഖം കണ്ട് ചെറുതായൊന്ന് പതറി. ഡാ ഓടിയ നിന്നെ കൊല്ലി ഞാൻ പന്നി. ഓടാനായി തുനിഞ്ഞ നന്ദുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അജു. അത് പിന്നെ അങ്ങേര് പോലീസാണെന്ന് അറിഞ്ഞൂടായിരുന്നു ഏട്ടാ, അതാ വിക്കി വിക്കി പറഞ്ഞു നന്ദു. അജു അടുത്തേക്ക് വന്നപ്പോൾ നന്ദു പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. നന്ദുവിന്റെ വലത് കൈ ശക്തിയിൽ പിടിച്ച് തിരിച്ചു അജു. അവന്റെ ദീനരോധനം അവിടമാകെ മുഴങ്ങി. ഇനി നിനക്ക് ആർക്കെങ്കിലും വെറൈറ്റി ലവ് ലെറ്റർ കൊടുക്കണമെന്ന് തോന്നിയാ എന്നെ ഓർക്കാൻ ഞാൻ തന്ന സമ്മാനം ഇത് കേട്ടോ. 2 ദിവസം വർക്ക്ഷോപ്പിലേക്ക് വരണ്ട, എന്റെ പുന്നാരനെയും പോയി റെസ്റ്റ് എടുത്തോ. അവന്റെ തോളം തട്ടിക്കൊണ്ട് അജു പറഞ്ഞു. ഭാവി അമ്മായിയപ്പന്റെ വക മോനെ ഹണിമൂണായി ജയിലിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാ. എന്റെ പുന്നാരമോ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. നന്ദുവിനെ നോയി പൂച്ഛിച്ചുകൊണ്ട് ഗീതയും ചോദിച്ചു. ശവത്തിൽ കുത്തല്ലേ അമ്മേ, അല്ലെങ്കിൽ നിങ്ങളുടെ പുന്നാരമോന്റെ വക നല്ലൊരു സമ്മാനം തന്നെ എനിക്ക് കിട്ടി. അജു പിടിച്ച് തിരിച്ച കയ്യും തടവിക്കൊണ്ട് നന്ദു പറഞ്ഞു. അല്ല ഇനിയും നിനക്ക് ആർക്കെങ്കിലും ലവ് ലെറ്റർ കൊടുക്കണം തോന്നിയാ എന്റെ മുഖം ഓർത്താ മതി കേട്ടല്ലോ. നന്ദുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അജു പറഞ്ഞു. ശേഷം അവൻ തന്നെ മുറിയിലേക്ക് നടന്നു. നീ നോക്കിക്കോടെ കാരാ, എന്റെ ഒക്കത്ത് 2 പിള്ളേരും ഗായത്രിയുടെ ഒക്കത്തൊരെണ്ണോ ഇരുന്ന് തന്നെ വല്യച്ചാന്ന് വിളിക്കുന്നു. തന്റെ ഒക്കത്തിരിക്കാൻ ഒരെണ്ണമില്ലാതെ തന്നെ അച്ചാന്ന് വിളിക്കാൻ പിള്ളേരില്ലാതെ താൻ ഇവിടെ കിടന്ന് മൂത്ത് നരകിച്ച് പൂകള ചേട്ടൻ തെണ്ടി. ഒരു യഥാർത്ഥ കാമുകന്റെ ശാപം തനിക്ക് കിട്ടൂടോ, കിട്ടും. അജു പോയ വഴിയെ നോക്കി അവനെ പ്രായിക്കൊണ്ട് നന്ദു പറഞ്ഞു. നിന്റെ ചേട്ടനായതുകൊണ്ട് നിന്നെ കൈപിടിച്ച് തിരിച്ചതേയുള്ളൂ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്റെ കാലം കൂടി ഒടിച്ചേനെ. തന്റെ മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെ നോക്കി ദേഷ്യത്തോടെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് വിശു പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്തടാ? നീയല്ലേ പറഞ്ഞില്ല ലവ് ലെറ്റർ കൊടുത്ത അവളെ ഇംപ്രസ് ചെയ്യാൻ? നിഷ്കളങ്കമായി നന്ദി ചോദിച്ചു. ഞാൻ പറഞ്ഞ ലവ് ലെറ്റർ കൊടുക്കാനാ, അല്ലാതെ നിന്നോട് അവളോട് ലക്സും വിക്സും കിസ്സും ചോദിക്കാനല്ല. നന്ദുവിനെ നോക്കി പല്ലെറിമിക്കൊണ്ട് വിശു പറഞ്ഞു. അത് പിന്നെ എല്ലാവരും എന്റെ കണ്ണേക്കാരുടെ ചക്കരെ മുത്തേ, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, ശർക്കരയില്ലാത്ത പായസം പോലെയാണെന്നൊക്കെ എഴുതി കൊടുക്കുന്നേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വെറൈറ്റി പിടിച്ചല്ലേ അളിയാ. വിച്ചുവിനെ തണുപ്പിക്കാനായി നന്ദു പറഞ്ഞു. എന്തായാലും അവിടെ തന്തതിനെ കൊല്ലാതെ വിട്ട ഭാഗ്യം. എടാ ഞാൻ അറിഞ്ഞോട് അങ്ങനെ പോലീസാണെന്ന്. ഇനി അവളെ കിട്ടുന്ന അത്ര ഈസിയല്ല, ഞാൻ കുറച്ച് പാടുപെടേണ്ടി വരും. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് 2 പാര. അതിൻ്റെ കൂടെ അവിടെ ആ പോലീസ് അന്തേ കുരുട്ട അനിയൻ ചെക്കനും സൂക്ഷിച്ചു വേണം ഇനി ഓരോ ചൂടും വെക്കാൻ. വിജു സീരിയസ് ആയി നന്ദുവിനോട് പറഞ്ഞു. എന്റെ വീട്ടിലെ കലിപ്പനെ തളക്കാൻ അവൾ വരുന്നുണ്ട്, നവമി. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന വിച്ചുവിനോടായി നന്ദു പറഞ്ഞു. നടന്നാ ഭാഗ്യം. വിച്ചു വലിയ പ്രതീക്ഷയില്ലാതെ പറഞ്ഞു. നവി, വീണ്ടും നാണം കെടാനായിട്ട് നീ എന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്? പറഞ്ഞല്ലേ നിന്നെ അവന് ഇഷ്ടമല്ലെന്ന്. വീണ്ടും എന്തിനാ മോളെ നീ നിന്റെ വില ഇങ്ങനെ കളയുന്നു? ബാഗിലേക്ക് തുണികൾ അടുക്കി വെക്കുന്ന നവമിയെ നോക്കി അവളുടെ അമ്മ സന്ധ്യ ചോദിച്ചു. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അമ്മ പറഞ്ഞൊക്കെ ശരിയാ. അജുവേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അച്ഛനെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. അതൊക്കെ എനിക്കറിയുന്നല്ലേ അമ്മേ. എനിക്ക് പറ്റണ്ടേ അജുവേട്ടനെ മറക്കാൻ? അച്ഛൻ എനിക്ക് വന്നിരിക്കുന്ന അവസാനത്തെ ചാൻസായത്. ഒരിക്കൽ കൂടി എൻ്റെ പ്രണയം അജുവേട്ടന് മുമ്പിൽ തെളിയിക്കാൻ ഞാൻ നോക്കും. എന്നിട്ടും അജുവേട്ടൻ എന്നെ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഞാൻ തോറ്റുപോയാ അച്ഛൻ പറയുന്ന ആരെയും ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാ.
അത് പറയുമ്പോൾ നവമിയുടെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടി. ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട നീ. ഇനിയും അജുവിനെ എന്റെ പെങ്ങൾക്ക് മുമ്പിൽ നാണം കിടാൻ വയ്യാഞ്ഞിട്ടാ. ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ നവമിയെ നോക്കി അവളുടെ അച്ഛൻ കോപം പറഞ്ഞു. ഞാൻ എൻ്റെ പ്രണയത്തിൽ തോറ്റുപോയാ ഞാൻ അച്ഛനെന്ന വാക്കുപാലിച്ചിരിക്കും. അത്രയും പറഞ്ഞവൾ ബാഗുമായി അജുവിന്റെ വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. നന്ദു, ഇതുപോലെ നടക്കുവോടാ? അജുവേട്ടൻ എന്നെ കാണുന്നേ കലിയാ. അങ്ങനെയുള്ള അങ്ങനെ ഞാൻ എങ്ങനെ വളച്ചെടുക്കണമെന്ന് നീ പറയുന്നേ? സത്യം പറഞ്ഞാൽ നീ വിളിച്ച് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അജുവേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തോ ഒരു ഭയം പോലെ. നിനക്കറിയാലോ നന്ദു, അച്ഛൻ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻ്റെ സങ്കടം കാണാൻ വയ്യാത്തതുകൊണ്ടാണ് മനസ്സിലാമനസ്സോടെയാണെങ്കിലും സമ്മതിച്ചത്. ഇതെൻ്റെ അവസാന ശ്രമം നന്ദു. ഇതിലും കൂടി ഞാൻ പരാജയപ്പെട്ട ഒരു കോമാളിയെപ്പോലെ ഇനി അജുവേൻ്റെ പുറകെ കിടക്കാൻ എനിക്കാവില്ല. അച്ഛനെ അമ്മയെ എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ. എൻ്റെ പ്രണയത്തിൽ ഞാൻ തോറ്റുപോയ അച്ഛൻ പറയുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കും. അത് പറയുമ്പോൾ അവളുടെ കണ്ണമിടർന്ന് നന്ദുവും വിച്ചുവും ശ്രദ്ധിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല നവി. എങ്ങനെയെങ്കിലും ഏട്ടനെ നമ്മൾ മാറ്റിയെടുക്കും. നീ കേട്ടിട്ടില്ലേ വിശ്വംഭരന്റെ തപസ്സിളക്കിയ ഒരു മദാലസയെ പറ്റി പുരാണത്തില്? ആ മദാലസക്ക് പറ്റുമെങ്കിൽ പിന്നെ നിനക്കാണോ പാട്? നിനക്ക് പറ്റും എന്റെ ചേട്ടൻ തിണ്ടിയുടെ തപസ്സിളക്കാൻ. വലിയ ഉപദേശം പോലെ പറയുന്ന നന്ദുവിനെ നവമിയും വിച്ചു അന്താളിച്ച് നോക്കി. ഇവൻ പറയുന്നത് പുരാണത്തിലെ വിശ്വാമിത്രന്റെയും മേനകയുടെയും കാര്യമാണ് വിച്ചു. ഓ, അങ്ങനെയും പറയാനല്ലേ? നന്ദു നിഷ്കളങ്കമായി ചോദിച്ചു. അറിയാതെ ഒരു ദിവസം ഞാനൊരു ഉപമോലാന്ന് പറഞ്ഞു പോയി എൻ്റെ നവമി. വേണ്ടിയിരുന്നില്ലെന്ന് പിന്നീടാ തോന്നുന്നു. നന്ദുവിനെ ദയനീയമായി നോക്കിക്കൊണ്ട് വിച്ചു പറഞ്ഞു. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലല്ലേ? നന്ദുവിനെ നോക്കി ദയനീയമായി നവമി ചോദിച്ചു. ഇല്ലെന്ന് മാത്രമല്ല, അല്പം കൂടിയിട്ടുണ്ട്, വിച്ചു പറഞ്ഞു. ഇവന്റെ ഈ മണ്ടത്തരം കൊണ്ട് ഇവൻ ഈ അടുത്ത കാലത്തൊന്നും പെണ്ണ് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദുവിനെ നോക്കി താടി കൈ കൊടുത്തുകൊണ്ട് നവമി പറഞ്ഞു. ദേ നവി, നിന്റെ ആ കലിപ്പിനെക്കാളും എനിക്കാ സൗന്ദര്യം, അത് നീ മറക്കരുത്. അല്പം നീരസത്തോടെ നന്ദു പറഞ്ഞു. എടാ, നിനക്ക് അങ്ങേരെക്കാളും ലുക്കുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ബുദ്ധിയില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് വിവരവും ബോധമുള്ളതിനാണ് കൂടുതൽ ഇഷ്ടം. അജയേട്ടൻ പാവ. പണ്ടോട്ടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തലയിലേറ്റി ജീവിച്ച ആ മനുഷ്യൻ ശരിക്കാൻ മറന്നുപോയി. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ആ മനുഷ്യൻ നിന്നെപ്പോലെ പ്രേമിക്കാനോ പഞ്ചാരടിച്ചടക്കാനോ സമയം കിട്ടിയില്ല. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന അജുവേട്ടൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടത്. അജുവിന്റെ മുഖമോർത്തുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു നവമി. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെ വളക്ക നീ പാടുവിടും. എന്തായാലും നീ നിന്റെ അജു എന്ന മിഷൻ ഏറ്റെടുത്തോ. എനിക്ക് 2 പാരകളാണുള്ളത്. ഒന്നവിടെ ആ പോലീസ് കണ്ട, മറ്റൊന്ന് അനിയൻ കുരുപ്പ്. ആദ്യം അനിയൻ കുരുപ്പിനെ ഒതുക്കണം. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നന്ദു ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അളിയോ, നീ വഴി നോക്കി നോക്കി അവസാനം പെരുവഴി ആവരുത്. നന്ദുവിനെ നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് വിച്ച് പറഞ്ഞു. ഇതൊരു ഒന്നാന്തര ഐഡിയാണ് മോനെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സിരിയോടെ വിച്ചുവിനെ നോക്കിക്കൊണ്ട് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. യെസ്, ഐ ആം വെയിറ്റിംഗ്. അല്ല, ഇതാരും നവിമോളോ? എത്ര നാളെ അമ്മായിന്റെ കുട്ടിയെന്ന് കണ്ടിട്ട്. മുന്നിൽ നിൽക്കുന്ന നവമിയോടായി ഗീത പരിഭവത്തോടെ ചോദിച്ചു. തിരക്കായിരുന്നില്ല അമ്മായി, അതാ. എന്ത് തിരക്ക്? അമ്മായിക്കറിയാം അജു അന്ന് മോളേട്ടനെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാത്തെന്ന്. ചെറിയൊരു സങ്കടത്തോടെ ഗീത പറഞ്ഞു. എൻ്റെ അമ്മായിയോട് എനിക്ക് പിണങ്ങാൻ പറ്റുമോ? അത്രയും പറഞ്ഞ് സ്നേഹത്തോടെ നവമി ഗീതയുടെ കവിളിലൊന്ന് പിച്ചി. പിന്നെ അമ്മായി, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. കയ്യിൽ നിന്ന് ബാഗ് ഉയർത്തി കാണിച്ചുകൊണ്ട് നവമി പറഞ്ഞു. അതിനെന്താടാ, നിന്റെ കൂടി വീടല്ലേ ഇത്? ഏട്ടൻ വേദനയോടെ ഗീത ചോദിച്ചു. അജുവേട്ടനുള്ള പിണക്കം മാറാൻ അച്ഛന് കുറച്ച് സമയം കൊടുക്കാം അമ്മായി. അവരുടെ പിണക്കം മാറ്റാൻ കൂടിയാ എൻ്റെ ഈ വരവ്. അമ്മായി എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. അമ്മായിയുടെ പുന്നാരമോനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നന്ദു ഫുള്ള് സപ്പോർട്ടാ. അല്ലെങ്കിൽ ഇത്ര ഏടാകൂടത്തിനൊക്കെ അവൻ സപ്പോർട്ട് നിന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് കേട്ടപ്പോൾ നവമി ഗീതയെ നോക്കി വെളുക്കിനെന്ന് ചിരിച്ചു. മോളെ, എൻ്റെ അജുവിൻ്റെ പെണ്ണായിട്ട് നീ വരണമെന്ന് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതെന്നറിയോ? എനിക്ക് ആഗ്രഹിക്കാൻ മാത്രമല്ലേ കഴിയൂ. അജു സമ്മതിക്കണ്ടേ? എൻ്റെ അമ്മായി എല്ലാം നടക്കും. അങ്ങേരെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചിട്ട് നവമി ഇവിടുന്ന് മടങ്ങും. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവിടെ ഈ വരവെന്ന് ഗീതക്ക് മനസ്സിലായി. ശരി, മോൾ അകത്തേക്ക് കയറി വാ. കയ്യിലൊരു വലിയ ബാഗും പിടിച്ചുകൊണ്ട് വരുന്ന നവമിയെ കണ്ട് അങ്ങോട്ട് വന്ന അജു നെറ്റി വിളിച്ചു. നീ എന്താ ബാണ്ടക്കെട്ടുമായിട്ട് ഇങ്ങോട്ട്? ഗൗരവത്തോടെ അജുവോട് ചോദിച്ചു. എനിക്ക് എൻ്റെ അമ്മായി ഒന്ന് കാണാൻ തോന്നി, വന്നു. പുച്ഛത്തോടെ അജുവിനെ നോക്കി അവൾ പറഞ്ഞു. അമ്മയെ കാണാനാണെങ്കിൽ കണ്ടിട്ട് വേണം, അതിന് ബാഗ് എന്തിനാ? അതെ, ഞാൻ എൻ്റെ അമ്മായിയോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല, ഇപ്പൊ കണ്ടിട്ട് പോയിക്കോണം. നിനക്ക് തങ്ങാൻ വേണ്ടി ഞങ്ങളാരും ഇവിടെ ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്നില്ല. അജു, എന്താടാ ഇത്? മോള് കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ, നിനക്കെന്താ? ഗീത ദേഷ്യത്തോടെ മകനോട് ചോദിച്ചു. അമ്മ ഇവിടെ ഉദ്ദേശം വേറെയാ. അമ്മയെ കാണാനെന്നും പറഞ്ഞ് എന്റെ മേക്കിട്ട് കയറാനാ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്.
ദേ അജുവേട്ടാ, ഒരിക്കൽ ഞാൻ നിങ്ങളെ പുറകെ നടന്നു എന്നുള്ളത് ശരിയാ. എന്ന് വെച്ച് എപ്പോഴും നിങ്ങളെ നിലച്ചിരിക്കുകയാണ് ഞാനും നിങ്ങൾ കരുതരുത്. എന്ന് നിങ്ങൾ എന്നെ എൻ്റെ അച്ഛനെ നിരാശയാക്കി പറഞ്ഞിട്ടോ, അന്ന് ഞാൻ നിങ്ങളെ മറന്നാ. ഞാൻ വന്ന് നിങ്ങളെ കാണാനാണെന്ന് പോലെ വ്യാമോഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചോണ്ടാ മതി. ഉച്ചത്തോടെ നവമി പറഞ്ഞു. അയ്യടാ, മോഹിക്കാൻ പറ്റിയൊരു മുതൽ. ഒന്ന് പോവണ്ണേ. ഞാനിതുവരെ നിന്റെ പുറകെ വന്നിട്ടില്ല. നീയാ എന്റെ പുറകെ നടന്ന്. അവനും വിട്ടുകൊടുത്തില്ല. അതൊക്കെ പണ്ടാ മോനെ അജു. ഇപ്പൊ ഈ നവമി ആൾ ഡീസെന്റാ. എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. നവമി ഇവിടെ വന്നിട്ടുണ്ടേ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയിട്ടേ പോകും. മോന് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യ്, കാണട്ടെ. നവമി അജുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. മതി രണ്ടും അടി കൂടിയത്. അജു നീ ജോലിക്ക് പോവാൻ നോക്ക്. പരസ്പരം പോരുകോഴികളെ പോലെ നിൽക്കുന്ന അജുവിനെയും നവമിയെയും നോക്കിക്കൊണ്ട് ഗീത പറഞ്ഞു. നവമിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അജു പുറത്തേക്ക് പോയി. നീ എന്തിനാ മോളെ അവനോട് വഴക്കിന് പോയത്? ഇപ്പൊ അവന് നിന്നോട് ദേഷ്യം കൂടി കാണില്ലേ? ആവരാതിയോടെ ഗീത ചോദിച്ചു. എന്റെ അമ്മായിയുടെ മോനോട് സ്നേഹം കാണിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനെ കൊല്ലാതെ കൊല്ലും. അതിനേക്കാൾ നല്ല ഇങ്ങനെ അങ്ങ് പോകുന്ന. നോക്കട്ടെ അങ്ങയുടെ മനസ്സ് മാറുമെന്ന്. അജു പോയ വഴി ഒന്നുകൂടി നോട്ട് പറഞ്ഞുകൊണ്ട് നവമി പറഞ്ഞു. ഗായത്രി വളക്കാൻ ആദ്യം കുട്ടൂസിനെ ചാക്കിലാക്കണമെന്ന് നന്ദു തീരുമാനിച്ചു. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടൂസിനെ കാത്ത് നന്ദു സ്കൂളിന്റെ വെളിയിൽ കാത്തു നിന്നു. അപ്പോഴാണ് കൂട്ടുകാരോട് ഓരോന്നും പറഞ്ഞ് നടന്നു വരുന്ന കുട്ടൂസിനെ നന്ദു കാണുന്നത്. കാര്യം കാണാൻ ഈ കുരിപ്പിന്റെ കാല് പിടിക്കേണ്ട ഗതിയായാലോ ദൈവമേ എനിക്ക്. കുട്ടൂസിനെ നോക്കി പരിഭവത്തോടെ നന്ദു മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് ഗേറ്റിന് വെളിയിൽ തന്നെ നോക്കി 32 വഴി ഇളിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കുട്ടൂസ് കാണുന്നത്. കറണ്ട് വഴിയിൽ നിന്ന് ഷോക്ക് അടിച്ചെത്ത കാക്കയെ പോലെ. ഈ മത്തിത്തറേനെന്താ ഇവിടെ? അവന് നോക്കി മനസ്സിൽ പറഞ്ഞു കുട്ടൂസ്. എന്റെ ചേച്ചിയെ വിട്ട് സ്കൂൾ പിള്ളേരെ വായി നോക്കാൻ ഇറങ്ങിയാണോ നിങ്ങള്? നന്ദുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കുട്ടൂസ് ചോദിച്ചു. അയ്യോ, അങ്ങനെ പറയില്ല മോനസേ. മോന്റെ ചേച്ചിന്റെ ജീവനല്ലേ. എന്റെ ഗായനെ ഞാൻ മറക്കുവോ? അവന്റെ കവിളിലൊന്ന് പിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോലെ തനിക്ക്? മോന്റെ അച്ഛൻ വയസ്സായതല്ലേ. വയസ്സായവരെന്തേലും പിച്ചുമ്പേയും പറയുന്നതാണെന്ന് കരുതിയാ പോലെ എന്റെ കുട്ടൂസേ. നിനക്കാണ് തിണ്ടി വയസ്സായത്, എന്റെ അച്ഛനല്ല. ചെറുക്കന്റെ അടുത്തടിച്ചപ്പോഴുള്ള വർത്താനം കേട്ട് നമ്മുടെ നന്ദു വീണ്ടും ശശി. അത് കേട്ട് നന്ദുവിന്റെ കൂടെയുള്ള ബാക്കി കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് നന്ദുവിനങ്ങ് പെരുത്തി കയറി. ദേ പിള്ളേരെ, നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ലേ? സ്കൂൾ വിട്ടാൽ മര്യാദക്ക് വീട്ടിൽ പോക്കണം, അല്ല അവിടെ കിടന്ന് കറങ്ങല്ലേ വേണ്ട. വീട്ടിൽ പോ പിള്ളേരെ. അത്രയും പറഞ്ഞ് നന്ദു കുട്ടൂസിന്റെ കൈയും പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. ആ കുട്ടൂസേ, നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വഴക്കിടുന്നത്? ഞാൻ കുട്ടൂസിന്റെ ഭാവിയിൽ അളിയനല്ലേ. അപ്പൊ നമുക്കൊരു സ്നേഹത്തോടേക്ക് അങ്ങ് പോവാൻ കുട്ടൂസേ. കുട്ടൂസ് എന്ത് പറയുന്നു? നന്ദുവിന്റെ സംസാരം കേട്ട് കുട്ടൂസ് അവനെ നിരുത്തി നോക്കി. നമ്മുടെ ഈ പിണക്കം മാറിയ സ്ഥിതിക്ക് ഇന്നത്തെ ട്രീറ്റ് എന്റെ വക. എന്തു പറയുന്നു കുട്ടൂസ്? കുഴിമന്തിയും അൽഫാമും, അതും പെരി പെരി. അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നന്ദി ചോദിച്ചു. ആര് പറഞ്ഞു എന്റെ പിണക്കം മാറിയെന്ന്? കള്ള ഈ കുട്ടൂസ് എന്തിനങ്ങനെ മസ്തിൽ പിടിച്ചിരിക്കുന്നത്? ഒന്ന് ചിരിച്ചേ. ദേ ആ കാണുന്ന ഹോട്ടലിലേക്ക് പോവാൻ നമുക്ക്. കുട്ടൂസിന് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വാങ്ങിത്തരാം. അതിയായ സന്തോഷത്തോടെ പറയുന്ന നന്ദുവിനെ കണ്ടതും കുട്ടൂസിന് ഒരു ബുദ്ധി തോന്നി. ഇവനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്തു പറഞ്ഞാലും വാങ്ങിത്തരുമല്ലോ. ഉറപ്പല്ലേ? നന്ദുവിനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു കുട്ടൂസ്. എന്ത് വേണേലും വായിച്ചോ. വലിയ സന്തോഷത്തോടെ നന്ദുവും പറഞ്ഞു. കിച്ചു, അപ്പു, കുട്ട, ഉണ്ണി, ദീപു, അഖിലെ, മനുവേ, രാഹുലെ, സന്ദീപേ, സുജാതെ, എല്ലാവരും വാടാ. ഇന്നത്തെ ചെലവേ എന്റെ ഭാവി അളിയന്റെ വകയാ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവന്റെ ഫ്രണ്ട്സിനെ നോക്കി വിളിച്ചുപോയി കുട്ടൂസ്. അത് കേൾക്കേണ്ട താമസം. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എല്ലാവിടെ ഹാജരായി. ഇത് കണ്ടപ്പോൾ നന്ദുവിന് ഇപ്പോൾ തന്റെ ബോധം പോയെന്ന് തോന്നി. എങ്കിലും അവൻ നിയന്ത്രിച്ച് നിന്നു. എന്റെ കർത്താവേ, ഈ ചെറുക്കിന് എന്തോന്നുള്ള പുറപ്പാടാ. എന്നെ കൊന്നിട്ടേ തടങ്ങൂന്നാ തോന്നണേ. പോക്കറ്റിലുള്ള 1000 രൂപ കയ്യിലെടുത്തോണ്ട് നന്ദു പറഞ്ഞു. ഇങ്ങോട്ട് വാളിയാ. നന്ദുവിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് വാനരപ്പടയോടൊപ്പം കുട്ടൂസ് ഹോട്ടലിലേക്ക് നടന്നു. ചേട്ടാ, 9 ബിരിയാണി, 10 പൊറോട്ട, ചിക്കൻ പൊരിച്ച 10 എണ്ണം, 5 ബീഫ് ഫ്രൈ. ചിക്കൻ പൊട്ടിത്തെറിച്ചുണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാ ഒരു 3 പ്ലേറ്റ്. അതെ, ചിക്കൻ ചെട്ടിനാട് മാങ്കോ ഇട്ട കറി ഉണ്ടോ? ആ ഉണ്ടല്ലോ. എങ്കിൽ ആ 3 എണ്ണം. പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും പറഞ്ഞോട്ടോ. ഓർഡർ എടുക്കാൻ വന്ന ആളോടായി കുട്ടൂസ് പറഞ്ഞു. കൊണ്ടുവന്ന ഫുഡെല്ലാം ആക്രാന്തത്തോടെ തിന്ന കുട്ടൂസിനെയും കൂട്ടുകാരെയും കണ്ട് പേടിയോടെ ഇരുന്നു പോയി നന്ദു. ദൈവമേ, ഇതിനൊക്കെ വീട്ടിലൊന്നും തിന്നാൻ കൊടുക്കാറില്ലെന്നാ തോന്നുന്നു. അമ്മാതിരി തീറ്റയല്ലേ പണ്ടാരങ്ങള്. ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ. എനിക്കിത് എന്നാത്തിന്റെ കേടായിരുന്നു ദൈവമേ. വഴി കിടക്കുന്ന വയ്യാവലിയുടെ തലയിൽ വെച്ചു. ഫുഡെല്ലാം കഴിച്ച് ഏമ്പക്കം വിട്ട് വയറും തടവിറങ്ങുന്ന കുട്ടൂസിനെ കണ്ട് നന്ദു പല്ലിയരിച്ചു. ചേട്ടാ, സൂപ്പർ ഫുഡായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണേ. കുട്ടൂസിന്റെ കൂട്ടത്തിലുള്ള ചെക്കൻ ഏമ്പക്കം വിട്ട് വിളിച്ചു പറഞ്ഞു. എന്നെ മുടിപ്പിച്ചതും മതിയായില്ലടാ നിനക്കൊക്കെ. നീയൊക്കെ വയറുകളൊക്കെ തൂറി പണ്ടാരടങ്ങൂടാ. വലിയ വായിൽ കരഞ്ഞുകൊണ്ട് നന്ദു മനസ്സിൽ പറഞ്ഞു. അപ്പൊ അളിയ, ഞാൻ ഇറങ്ങട്ടെ. അളിയൻ എന്നെ സ്നേഹിക്കണം തോന്നുമ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഒരു ബിരിയാണി ഞാൻ പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്, പൊരിച്ച ചിക്കനും.
അവളുടെ ഭാവി അസാകാൻ പോകുന്ന ആളല്ലേ? നന്ദുവിന്റെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുട്ടൂസ് പറഞ്ഞു. ഏത് നേരത്താണോ എനിക്ക് അവളെ പ്രേമിക്കാൻ തോന്നിയത്? താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നു പോയി. 5526. ഡൈനിങ് ടേബിളിരിക്കുന്ന ബില്ല് കണ്ട് നന്ദു ഞെട്ടി. പോക്കറ്റിലിരിക്കുന്ന 1000 രൂപ നോട്ടിൽ അവൻ ദയനീയമായി നോക്കി. ശേഷം മെല്ലെ ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. അതേ ചേട്ടാ. ആ എന്താണ്? ഇവിടെ വിടുകയാണ് ആട്ടുന്നത്. എന്ത്? അല്ല, ഈ അരിയാട്ടുന്ന എവിടെ? കടയിലെ ഉടമസ്ഥനെ നോക്കി ദയനീയമായി നന്ദു പറഞ്ഞു. പൈസ ഇല്ലേ? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ലെന്ന് ചുമലുലുക്കിക്കൊണ്ട് ദയനീയമായി നന്ദു പറഞ്ഞു. അതിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചേ. ഒരു കല്യാണത്തിലുള്ള ആളെയും കൊണ്ടുവന്ന് മൂക്കുമുട്ട കയറ്റിയിട്ട് കയ്യിൽ പൈസ ഇല്ല പോലും. ഇവനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടക്കട്ടെ 2 ദിവസം. അയ്യോ ചേട്ടാ, ചതിക്കല്ലേ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇപ്പൊ തന്നെ പൈസ കൊണ്ടുവരാൻ പറയാം. അത്രയും പറഞ്ഞ് നന്ദു വിശുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. സംഭവം എല്ലാം പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് കേട്ട വിശുവിന്റെ ലേറ്റസ്റ്റ് തെറിയിൽ നന്ദു ഇടയ്ക്കിടയ്ക്ക് ചെവി ഉടഞ്ഞുകൊണ്ടിരുന്നു. പുതിയ ലിപിയാണെന്ന് തോന്നുന്നു. വെറൈറ്റി, കേട്ടിട്ടേ ഇല്ല ഇതുവരെ. കിളി പോയതുപോലെ നിന്നുകൊണ്ട് നന്ദു പറഞ്ഞു. നിന്റെ ഒരു കോപ്പിൽ ഐഡിയ. മനുഷ്യന്റെ പോക്കറ്റ് ഫുൾ കാലിയാപ്പ് നിനക്ക് സമാധാനടാ. നന്ദുവിനെ നോക്കി വിച്ചു വലറി. എടാ, അത് പിന്നെ ഞാനറിഞ്ഞ ചെക്കനൊരു സ്കൂൾ മൊത്തം കൊണ്ടുവരുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന പോലെ നിഷ്കളങ്കനായി നന്ദു പറഞ്ഞു. എടാ, ചെക്കൻ ബോംബല്ല, ആറ്റം ബോംബാ. മോനെ നന്ദു, അതിനോട് നീ പോയി മുട്ടാണ്ടിരിക്കുന്ന നിനക്ക് നല്ല. നീ അവളെ അങ്ങ് മറന്നേക്ക്. വിച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. വിച്ചു, പറ്റില്ല. അവളെ മറക്കാനും കൊണ്ട് പറ്റില്ല. അവളെനിക്ക് വേണം. എടാ, അവള് വേണ്ട നോക്കാൻ മാത്രം നീ എന്നോട് പറയരുത് അളിയാ, പ്ലീസ്. വിശുവിന്റെ കയ്യിൽ തന്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. നീ വിഷമിക്കാതെ. ആ ചെറുക്കനെ തളക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അവനെ ആശ്വസിപ്പിക്കാനായി വിശു പറഞ്ഞു. കുട്ടൂസേ, ഇത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. നിന്റെ എല്ലാ കുറുമ്പിനും ഞാൻ കൂട്ടി നിൽക്കുന്ന, പക്ഷെ ഇത് വേണ്ടിയിരുന്നില്ല. പരിഭവത്തോടെ ഗായത്രി പറഞ്ഞു. ചേച്ചിയോട് അയാൾക്ക് ആത്മാർത്ഥ സ്നേഹമാണെങ്കിലേ അയാൾക്ക് ഞാൻ എന്തൊക്കെ പണി കൊടുത്താൽ അയാൾ പിന്മാറില്ല. ആത്മാർത്ഥ സ്നേഹം അല്ലെങ്കിൽ പിന്മാറും. എന്തായാലും നമുക്ക് നോക്കാം. ഗായത്രി നോക്കി ചിരിയോടാൻ പറഞ്ഞു. എന്നാലും ഓർത്തപ്പോൾ ഗായത്രിക്ക് ഒരു വല്ലായ്മ തോന്നി. അല്ല, മഞ്ഞുരുക്കി തുടങ്ങിയോ എന്റെ ചേച്ചി പെണ്ണിന്റെ? ഗായത്രി നോക്കി ചിരിയോടെ ചോദിച്ചു കുട്ടൂസ്. മണ്ടത്തരം കുറച്ച് കൂടുതലാണെങ്കിലും ആള് പാവാണെന്ന് തോന്നുന്നു. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിൽ നീ കൊടുക്കുന്ന പണിയൊക്കെ പാവായിരുന്നു വാങ്ങിക്കുന്നത്. നന്ദുവിനെ ഓർത്ത് ചിരിയോടെ ഗായത്രി പറഞ്ഞു. ചേച്ചിക്ക് ഇഷ്ടമാണ് അയാളെ? പ്രേമാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു സാധാപൊക്കെ തോന്നുന്നുണ്ട്. ചെറിയൊരു നാടത്തോടെ ഗായത്രി പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രേമം? കുട്ടൂസ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുന്ന അജു കാണുന്നത് ഉമ്രത്തിണ്ണയിൽ നിന്ന് ചായ കുടിക്കുന്ന നവമിയാണ്. സാധാരണ അജുവിനെ കണ്ടാൽ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന നവമി അവനെയൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. തന്നെ നോക്കാതെ മറ്റെങ്കിലും നോക്കിയിരുന്ന് ചായ കുടിക്കുന്നവൾ അജു ഒന്ന് രൂക്ഷമായി നോക്കി. ശേഷം അവൻ തന്റെ മുറിയിലേക്ക് നടന്നു. വന്ന് കയറിയപ്പോൾ മുതലുള്ള നവമിയുടെ അവഗണന അജുവിനെ എന്തെന്നില്ലാത്ത അസ്വസ്ഥത നിറച്ചു. കുളി കഴിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് താഴെ നിന്നുള്ള ബഹളം അജു കേൾക്കുന്നത്. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കണ്ടു സെറ്റിൽ കിടന്ന് അടികൂടുന്ന നവമിയെയും നന്ദുവിനെയും. റിമോട്ടാണ് 2 അടികൂടുന്നതെന്ന് അവന് മനസ്സിലായി. നിനക്കൊക്കെ നാണല്ലേടാ, എത്രയൊക്കെ വലുതായിട്ടും ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കിടന്ന് അടികൂടാൻ? അവരെ നോക്കി ചീറിക്കൊണ്ട് അജു ചോദിച്ചു. എന്തി വലിയ പിള്ളേർ അടികൂടി ആകാശം ഇടിഞ്ഞു വീഴോ? നവമിയും വിട്ടുകൊടുത്തില്ല. അതൊക്കെ അങ്ങ് നിന്റെ വീട്ടിൽ, ഇവിടെ ഒന്നും നടക്കില്ല. ദേഷ്യത്തോടെ അജു പറഞ്ഞു. ശരി, അടികൂടല്ലേ നടക്കാത്ത, സ്നേഹപ്രകടനം നടത്താലോ അല്ലേ? അല്ലെങ്കിലും എന്നെ നന്ദു പാവ, നിങ്ങളെപ്പോലെ ഒരു മുരടനല്ല. അജുവിനെ നോക്കി തലവെട്ടിച്ചുകൊണ്ട് നവമി പറഞ്ഞു. ശേഷം നന്ദുവിനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു നിന്നു. നന്ദുട്ടാ സോറി കേട്ടോ. അവന്റെ കവിളിൽ നിന്ന് പിച്ചിക്കൊണ്ട് നവമി പറഞ്ഞു. ഏൽക്കുന്നുണ്ട്. അജുവിനെ ഒന്ന് ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് നന്ദു നവമിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവമി കുറച്ചുകൂടി നന്ദുവിനോട് ചേർന്ന് നിന്നു. പെട്ടെന്ന് അജു പാഞ്ഞു വന്ന നവമിയെ നന്ദുവിനെ നെഞ്ചിൽ നിന്നും പിടിച്ചു മാറ്റി. എന്താ അജുവായിട്ട് നിങ്ങൾ ഈ കാണിച്ചത്? നന്ദു ദേഷ്യത്തോടെ അജുവിനോട് ചോദിച്ചു. നീ ഇതുപോലെ കുറെ എണ്ണത്തിനെ കെട്ടിപ്പിടിച്ചിട്ടില്ലേടാ? നിനക്ക് കെട്ടിപ്പിടിച്ചിട്ടും മതിയായില്ലല്ലേ? അജു പല്ലേരിച്ചുകൊണ്ട് നന്ദുവിനോട് ചോദിച്ചു. ഹലോ, നന്ദു ചിലപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാൻ ഉമ്മച്ചെന്ന് വരും. ആ ചോദിക്കാൻ നിങ്ങളെന്റെ ആരാ? നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ്? അല്ലെങ്കിലും എനിക്ക് നിന്നോട് പ്രേമം മൂത്തിട്ടൊന്നല്ല ഞാൻ നിന്നെ പിടിച്ചു മാറ്റിയത്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ കുറച്ച് അടക്കൊതുക്കെ കാണിച്ചേ പറ്റൂ. പതർച്ചയോട് അജു പറഞ്ഞു. നിങ്ങൾക്ക് പേടിയാ ഇവനെങ്ങാനും എന്നെ പ്രേമിച്ച് പോകുമെന്ന്. എനിക്കെന്തായാലും നന്ദുവിന് വിശ്വാസം, തിരിച്ച് അവൻ എന്നെയും. ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലാത്ത പ്രശ്നം തൽക്കാലം അജുവേട്ടന് വേണ്ട. പാ നന്ദു. അത്രയും പറഞ്ഞ് നന്ദുവിന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് നവമിയുടെ മുറിയിലേക്ക് നടന്നു. അവൾക്ക് എന്നോട് മിണ്ടാൻ മാത്രം സമയമില്ല. അജുവേട്ടാൻ തേച്ചു വിളിക്കാത്ത പെണ്ണ. അവിടെ ഒരു ചാട്ട. അവൾ പോയ വഴിയെ നോക്കി പൂച്ചിച്ചുകൊണ്ട് അജു പറഞ്ഞു. ഏൽക്കുന്നുണ്ട്. മുറിയിൽ പോയ നന്ദു പതിയെ എത്തി നോക്കിക്കൊണ്ട് നവമിയോട് പറഞ്ഞു. അജുവിന്റെ മുഖം അപ്പോഴും ഒരു കുട പോലെ വീർത്തിരിപ്പുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേരുടെ പറയുകയാണെന്ന അതൊന്നും അങ്ങേരിക്കൊന്നും മിണ്ടാൻ പോലും തോന്നിയിട്ടില്ല. ഞാൻ വിഷമിച്ച പോലെ നിന്റെ ചേട്ടന് വിഷമിക്കട്ടെ. കട്ടിലിരിക്കാൻ തലയണ മാറോട് ചേർത്തുകൊണ്ട് നവമി പറഞ്ഞു. പെണ്ണെ അങ്ങേർക്ക് ചെറിയ ഇളക്കം തോന്നിയിട്ടുണ്ടെന്ന് ഉറപ്പാ.
എന്ന് വെച്ച് നീ കൂടുതൽ മസിൽ പിടിച്ചാലേ അങ്ങേരുടെ പാട്ടിന് പോവും. പിന്നെ നീ ഇവിടെ കിടന്നിട്ട് മോങ്ങിയിട്ടൊരു കാര്യമില്ല, പറഞ്ഞേക്കാം. പിന്നെ ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. നീ നോയിക്ക നന്ദു, അങ്ങനെ കൊണ്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയിപ്പിക്കും. നടന്നാ മതി. താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് നന്ദു പറഞ്ഞു. രാത്രിയിൽ നന്ദുവിനോട് ചിരിച്ചും സംസാരിച്ചും ഭക്ഷണം കഴിക്കുന്ന നവമിയെ കണ്ട് അജുവിന് പെരുത്ത് കയറി. ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ തങ്ങളെ നോക്കി ചോര ഊറ്റുന്ന അജുവിനെയാണ് നവമി കണ്ടത്. അവൾക്ക് അവന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ ചിരി വന്നു പോയി. നന്ദു, നിനക്ക് ഞാൻ വാരി തെറ്റേട കുട്ടാ. അത്രയും പറഞ്ഞ നവമി അജുവിനെ കാണിക്കാനായ ഉരുള്ള ചോറ് നന്ദുവിന് നേരെ നീട്ടി. ഭക്ഷണം നിന്ന് കേട്ട മറ്റൊന്നും നോക്കാൻ നന്ദു അത് അപ്പം തന്നെ വാങ്ങി കഴിക്കുകയും ചെയ്തു. എല്ലാം കണ്ട് വട്ടുപിടിച്ച് അജു ഭക്ഷണം കഴിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇവനിത് എന്തു പറ്റി? അവന്റെ പോക്ക് നോക്കിയിരിക്കുന്ന ഗീത ചോദിച്ചു. അത് പ്രേമപ്പട്ടിണി എന്ന അസുഖാണമ്മേ, കരളിനെ ബാധിക്കുന്ന അമ്മ കാര്യക്കണ്ട. വളരെ കൂളായി പറയുന്ന നന്ദുവിനെ ഗീത മിഴിച്ചു നോക്കി. നവമി അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിച്ചു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് അജു. അവൾക്ക് വന്നിട്ട് എന്നോടൊന്ന് മിണ്ടിയാറെന്താ? ആ പൊട്ടം വാരി കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ. പ്രേമം എന്ന് പറഞ്ഞ എന്റെ പിറകെ കിടന്നവളാ. ഇപ്പൊ എന്നെ കണ്ടാൽ പോലും മൈൻഡില്ല. ഇനി അവൾക്ക് എന്നോട് ആ പഴയ ഇഷ്ടം കാണില്ലേ? എന്തോ അത് വിചാരിച്ചപ്പോൾ അവന്റെ നെഞ്ചു പിടയുന്ന പോലെ തോന്നി. പണ്ട് നവമിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തോന്നിയിരുന്നു. അവൾ എത്രയോ വട്ടം അവിടെ പ്രണയം ഞാനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അന്നൊന്നും അവളോടൊരു കുന്തവും തോന്നിയിട്ടില്ല. പ്രേമിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ അന്നൊക്കെ. പക്ഷേ ഇപ്പൊ അവൾ എന്നോട് മിണ്ടാത്തപ്പോൾ എന്നെ അവഗണിക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. നന്ദുവിന് അവൾ പെങ്ങളാണ്, അവൾക്ക് അവൻ ആങ്ങളെയാണെന്നും അറിയാം. എന്നിട്ട് അവനോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പണ്ടാരം ഇന്നലെ വരെ മനസ്സമാനത്തോടെ കിടന്നിറങ്ങിയ ഞാനാ. ഇനി അങ്ങോട്ട് എനിക്ക് ഉറക്കം വരെ തോന്നില്ല. എന്റെ ഉറക്കം കളഞ്ഞിട്ട് രണ്ടുകൂടെ കിന്നരിക്കുക. വായിൽ വരുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു അച്ചു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.